ഹായ് എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് എയർ ട്രാഫിക് കൺട്രോൾ ഇനി 2026 നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. എല്ലാ ഇയറിലും വിളിക്കുന്ന 2025 ഉണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ. എക്സാം റിസൾട്ട് ഒക്കെ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഒരു ടൈമിലേക്ക് നമുക്ക് വരികയാണ്. അപ്പൊ നിങ്ങളൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്, ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ BSc ആൻഡ് ബിടെക് അതിൽ തന്നെ ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. ഗ്രാജുവേറ്റ് ആളുള്ള ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അവസരമായിട്ടാണ് ഈ ഒരു ഈ പറയുന്ന AIATC വരുന്നത്. അപ്പൊ എന്താണ് ഈ ജോബിന്റെ ഒരു സ്വഭാവ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോഡിലൊക്കെ ട്രാഫിക് വരുന്ന സമയത്ത് പോലീസുകാർ നിന്ന് അവിടെ കൺട്രോൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എയർപോർട്ട് അതോറിറ്റി നമ്മുടെ എയർ സ്പേസിൽ തന്നെ എന്താണ് ഈ ഫ്ലൈറ്റുകളുടെ ആ ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്യുക, അതായത് പൈലറ്റ്സിലേക്ക് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ജോബിന്റെ സ്വഭാവ രീതി എന്ന് പറയുന്നത്. ഏറ്റവും മികച്ചൊരു അവസരമാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും മികച്ചൊരു കാര്യം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സയൻസ് സ്ട്രീം +1 +2 ഫിസിക്സ് മാത്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് സാധാരണ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് 2 പാർട്ട് ഉണ്ടാകും. അതിൽ സെക്കൻഡ് പാർട്ടിൽ കുറച്ചുകൂടെ മാത്സും ഫിസിക്സും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ശമ്പളത്തോട് കൂടിയിട്ട് ഒരു HRD എല്ലാം കൂട്ടിയിട്ട് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 15 lakh നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ജോബ് സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള ജോബാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സയൻസിൽ BSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, അതിൽ നിങ്ങൾ സയൻസ് സ്ട്രീമിൽ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് ആയിരിക്കാം. അത് ഫിസിക്സും മാത്തമാറ്റിക്സും അത് ഏതെങ്കിലും സെമസ്റ്റേഴ്സിലൊക്കെ കരിക്കുലത്തിൽ നിങ്ങൾ BTech BA പഠിച്ചിട്ടുണ്ടെങ്കിൽ BE പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ 2026 പറയുന്നത്. അപ്പോൾ 27 എന്ന് പറഞ്ഞാലും നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അത് ഫിസിക്കലി അതുപോലെ തന്നെ കുറച്ച് ഏരിയാസ് നമുക്കിവിടെ ഏജ് ക്രൈറ്റീരിയൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് സർവീസ് മെൻസും എന്തുണ്ട്, നിങ്ങൾക്ക് ഏജ് ലിമിറ്റേഷൻ ഉണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഏപ്രിൽ മന്തോട് കൂടിയിട്ടാണ് നമുക്ക് അപ്ലൈ ഡേറ്റും ക്ലോഷർ ഡേറ്റ് ഒക്കെ വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല നമുക്ക് എക്സാം വളരെ പെട്ടെന്ന് വരുന്ന ഒരു പോസ്റ്റാണ്. സോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ മുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതാണ് ഇട്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് 35% ഓഫ് ബേസ് പേ ആണ് ഡിയർ അലവൻസ്, അതുപോലെ തന്നെ ബേസിക് പേ ഒക്കെ ആയിട്ട്. ബേസിക് പേയുടെ ഡിയർ അലവൻസ് 35% ആണ് കൊടുക്കുന്നത്. അതിൽ HRAയും അതുപോലെ തന്നെ CPF, ഗ്രാറ്റുവിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ എന്തുണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ 13 പെർ മന്ത് നമുക്ക് പെർ ആനം അല്ല 15 ഒക്കെ നമുക്ക് കിട്ടുന്നവരുണ്ട്. സാലറി സ്ലിപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ ഒരു സിലബസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. ഇതിലൊരു 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ ജനറൽ നിങ്ങൾ SSC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ സെയിം അത് തന്നെ നോക്കിയാൽ മതി. പാർട്ട് 2B വരുമ്പോൾ അവിടെയും 60 ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് വരുന്നത് 1 മാർക്ക് ഇത് വെച്ചിട്ടാണ്. അതായത് ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 120 മിനിറ്റ് ആണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലാണ് നമുക്ക് വരുന്നത്. ഇതിനൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് നമ്മുടെ നമുക്ക് ഓഫ്ലൈനും അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. ഓഫ്ലൈൻ നമ്മൾ കരുനാഗപ്പള്ളിയിലാണ്, കൊല്ലത്താണ് നമ്മൾ ഓഫ്ലൈൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ടച്ച് വിട്ട് പോയിട്ടില്ല. അപ്പോൾ സെയിം ആ ഒരു ഏരിയയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് മോക്ക് ടെസ്റ്റ് മീൻസ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഒരു ക്വസ്റ്റിനും 4 ഓപ്ഷനുമാണ്. അതിൽ നിന്ന് നമുക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളവിടെ പോയി എന്ത് ചെയ്യണ്ട, നമ്മൾ ഡിഗ്രിക്കും +2 പഠിച്ചാലും നമുക്ക് അവിടെ എഴുതി വെക്കേണ്ട, മറിച്ച് നമ്മൾ ആൻസർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാന ഡ്യൂട്ടി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ AIATCക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ടൈം റെഗുലർ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സിലബസ് എങ്ങനെയാണ്, എക്സാം എങ്ങനെയാണ്, CBT നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ബാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ജോലി എന്ന് പറയുന്നത്
ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ്. നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് മീൻസ് ഫിസിക്സ് ബിടെക് ഒക്കെ പഠിച്ചിട്ട് എയർപോർട്ടിൽ ഒരു നമ്മുടെ എന്താണ് ATC ആയിട്ട് ജോബ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.